ഗുഡ് ആഫ്റ്റർനൂൺ. 2024 നടന്ന പ്രിലിംസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് PYQs 2018 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യനും 2015 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും വേണ്ടവർ അതുകൂടി കാണുക. ഇതിൻ്റെ താഴെ ലിങ്ക് ഇട്ടേക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരു സീരീസ് ആയിട്ടാണ് നടത്തുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ അതാണ് മുൻപ് നടത്തിയത്. ഇത് പ്രിലിംസ് എക്സാമിൻ്റെ വേരിയസ് കാറ്റഗറീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. 2024 മെയ്യിൽ നടന്ന എക്സാമിൻ്റെ ഫസ്റ്റ് സീരീസ് ക്വസ്റ്റ്യനാണ് ഇത്. അസിസ്റ്റൻറ്റ് മാനേജർ, മാർക്കറ്റിംഗ് ഓർഗനൈസർ, എക്സൈസ് ഇൻസ്പെക്ടർ, LSGI പോസ്റ്റിലേക്ക് നടന്ന പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും നിർദ്ദേശങ്ങളും കൂടി സജഷൻസ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. മലയാളം ക്വസ്റ്റ്യൻസ് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ല? അതായത് 3 സംസ്ഥാനങ്ങൾ 2022 ജനുവരി 21 അവരുടെ 50ാമത്തെ സംസ്ഥാന ദിനം ആചരിച്ചു. 50ാമത്തെ സംസ്ഥാന ദിനം. അപ്പോൾ അതിൽ പെടാത്ത ഒരു സംസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ വരുന്നത് എക്സാം എഴുതിയവർക്ക് ഓർമ്മയുണ്ടാവും. നാഗാലാൻഡാണ് ആൻസർ വരുന്നത്. ബാക്കി 3 പേരാണ്, അതായത് മണിപ്പുര, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് 2022 ജനുവരി 21 അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വ്യാവസായികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി, ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് നോക്കാം. മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, BG തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏതാണ് ആൻസർ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആൻസർ B ആണ്, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ക്വസ്റ്റ്യൻ, 1933 മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും 12504 മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു. ഈ പര്യടനം അറിയപ്പെടുന്നത് എന്താണ്? എന്താണ് ഈ പര്യടനം അറിയപ്പെടുന്നത്? ജൻ ജാഗരൺ യാത്ര, ദണ്ഡി യാത്ര, സമാജ് സമതാ യാത്ര, ഹരിജൻ യാത്ര. ഉത്തരം വരുന്നത് ഹരിജൻ യാത്ര. ഓപ്ഷൻ D ആണ്. ഇന്ത്യയിലെ തൊട്ടുകൂടാത്ത സമുദായങ്ങൾ നേരിടുന്ന തൊട്ടുകൂടായ്മയും സാമൂഹിക വിവേചനവും പരിഹരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന പ്രസ്ഥാനമായിരുന്നു ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ പ്രചാരണം. അപ്പോൾ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ആണ് ഈ ഹരിജൻ പ്രചാരണം ഗാന്ധിജി ആരംഭിച്ചത്. അത് ഓർത്തു വെക്കുക. ക്വസ്റ്റ്യൻ 4, അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? അക്ബറിൻ്റെ സമയത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പുരാണ കില, ആഗ്ര കോട്ട, ലാഹോർ കോട്ട, അലഹബാദ് കോട്ട. ഉത്തരം വരുന്നത് പുരാണ കിലയാണ്. ബാക്കിയൊക്കെ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകളാണ്. ആഗ്ര കോട്ടയും അലഹബാദ് കോട്ടയും ലാഹോർ കോട്ടയും അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകളാണ്. ഓർത്തു വെക്കുക, മാറിപ്പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 5, വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? രാമൻ നമ്പി, തലക്കൽ ചന്തു, പഴശ്ശിരാജ, എടച്ചേനെ കുങ്കൻ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ രാമൻ നമ്പിയാണ് ഉത്തരം വരുന്നത്. ഈ രാമൻ നമ്പി ഗോത്ര നേതാവാണ്. അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ
പ്രതികരിച്ച ഒരാളാണ് ഇദ്ദേഹം. പരമ്പരാഗത ആയോധന കലകളും ആയുധങ്ങളും ഉപയോഗിച്ചാണ് അദ്ദേഹം കുറുമ ഗോത്ര സൈന്യത്തെ നയിച്ചത്. അദ്ദേഹം ഏത് സൈന്യത്തെയാണ്? കുറുമ ഗോത്ര സൈന്യത്തെ നയിച്ചത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായ ആദ്യകാല ചെറുത്തുനിൽപ്പിൽ ഈ കലാപം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇന്നത്തെ കേരളം വയനാട്ടിലെ കുറിച്യ സമൂഹത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു തലക്കൽ ചന്തു. 1812 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ അവരുടെ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. ഓർത്തു വെക്കണം, കുറിച്യ ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള ഒരു നേതാവാണ് തലക്കൽ ചന്തു. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കല്ലുമാല സമരത്തിൽ ഏർപ്പെട്ടത് ആരാണ്? ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ അപ്പച്ചൻ, ചട്ടമ്പി സ്വാമി. ഇത് ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് വരുന്നത്. പെരിനാട് കലാപം, കല്ലുമാല സമരം രണ്ടും ഓർത്ത് വെക്കുക. എന്തിനാണ് നടത്തിയതെന്നും ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ 7. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുടെ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1991. രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധക്കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ന്യൂറംബർഗ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത്? എവിടെയാണ്? ന്യൂറംബർഗ്. ന്യൂറംബർഗ് എന്ന സ്ഥലത്താണ്. 18ാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചങ്ങനെയാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ എ ജീൻ ജാക്വസ് റൂസോയുടെ വാക്കുകളാണിത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ജീൻ ജാക്വസ് റൂസോയാണ്. ജീൻ ജാക്വസ് റൂസോ. ക്വസ്റ്റ്യൻ നമ്പർ 10. താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്? ഏതാണ്? സ്പാനിഷ്, ഫ്രഞ്ച്, അറബിക്, പോർച്ചുഗീസ്. പോർച്ചുഗീസ് ആണ് ഔദ്യോഗിക ഭാഷ. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത്. എന്താണ് ഐക്യരാഷ്ട്രസഭ എന്നൊക്കെ നമുക്കറിയാം. 11. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം. എവിടെ വരെയാണ്? കോഴിക്കോട് വരെയാണ്. ഇത് ഓർത്ത് വെക്കണം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 എവിടെ വരെയാണ് നീട്ടിയത്? കോഴിക്കോട് വരെയാണ് നീട്ടിയത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപനിലയല്ല? ഇന്ത്യയിൽ ജിയോഗ്രഫിക്കൽ ഫീൽഡ് അല്ലാത്തത് ഏതാണ്? താതപ്പാനി, നറോറ, പുക, സിംഗ്രൗളി. ഇതിൽ ഏത് ഓപ്ഷൻസ് ആണ് വരിക? നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കിയേ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3. ഇത് രണ്ടുമാണ് ഭൂതാപനിലയമല്ലാത്തത്. അപ്പോൾ ബാക്കി രണ്ടെണ്ണം ആയിരിക്കും എന്നാണല്ലോ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? പാരന്റ് റോക്കും തന്നിട്ടുണ്ട്, അത് രൂപാന്തരപ്പെട്ടുണ്ടാകുന്ന പാറയും തന്നിട്ടുണ്ട്. അപ്പം ഇത് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിക്കുന്നത്. ഏതാണ് ഉത്തരം വരിക? ഇതിൽ തെറ്റായിട്ടുള്ള ഉത്തരമാണ് ചോദിക്കുന്നത്. അത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗ്രാനൈറ്റിനെ നീസ് എന്ന് പറയുന്നു. ശരിയാണ്. മണൽക്കല്ലിനെ സിസ്റ്റ് എന്ന് പറയുന്നു. ശരിയാണോ? ഇത് തെറ്റാണ്. മണൽക്കല്ലിന് സിസ്റ്റാണ് രൂപപ്പെടുന്നതല്ല. ചുണ്ണാമ്പ് കല്ലിന്നാണ് മാർബിൾ രൂപപ്പെടുന്നത്. ശരിയാണ്.
ഷെയിൽ നിന്നാണ് സ്ലേറ്റ് രൂപപ്പെടുന്നത്. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പിൽ ഏത് പ്രൊജക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. പോളികോണിക് പ്രൊജക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. പോളികോണിക് പ്രൊജക്ഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. 2024 പുതുവർഷ ദിനത്തിൽ 7.5 സ്കെയിലിൽ ഭൂകമ്പവും വിനാശകരവുമായ സുനാമിയും അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ്? നോട്ടോ എവിടെയാണ്? ഏത് രാജ്യത്താണ്? എന്നാലും ഇന്ത്യയിലല്ലല്ലോ, അത് നമുക്ക് ഉറപ്പിക്കാലോ. എവിടെയാണ്? ജപ്പാനിലാണ്. നോട്ടോ ജപ്പാനിലാണ്. ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ്, കമ്മി ധനസഹായം, നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ, നികുതി നയങ്ങൾ. ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1ഉം 3ഉം മാത്രമാണ്. 1ഉം 3ഉം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോയാണ് പണനയത്തിൻ്റെ ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്സ്. ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത്? സി. കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളും. സങ്കോചപരമായ ധനനയത്തിൽ എന്താണ്? കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതിയും. 18. ഫാക്ടർ ചെലവിൽ GDP ഇതിന് തുല്യമാണ്. GDP ഏതിന് തുല്യമാണ്? വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. വിപണി വിലയിൽ GDP മൈനസ് അറ്റ പരോക്ഷ നികുതികൾ. 19. സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 9ാം പഞ്ചവത്സര സമയത്താണ് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പാക്കിയത്. 20. എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈസ്റ്റേൺ പോർട്ടിൽ ആരംഭിച്ചത്? ഏതാണ് ഉത്തരം വരുന്നത്? ധനകാര്യ മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം, ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. ആൻസറിൽ തന്നെ ഉണ്ട് ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം. അവരാണല്ലോ ഈ അസംഘടിത തൊഴിലാളികളുടെ കാര്യം നോക്കുന്നത്. അപ്പോൾ ലേബർ റിലേറ്റഡ് ആണല്ലോ. താഴെ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിൻ്റെ പ്രവർത്തനമല്ലാത്തത്? ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ നടപ്പിലാക്കൽ, അത് പ്രവർത്തനമാണല്ലോ. നിയുക്ത നിയമനിർമ്മാണം, അതും ശരിയാണ്. ഗവൺമെൻറ്റിനെതിരായ എതിർപ്പ് സമാഹരിക്കുക, അതൊരു സിവിൽ സർവീസിൻ്റെ ധർമ്മമല്ല. അപ്പോൾ അതാണ് ആൻസർ. സാമൂഹിക സേവനം നിർമ്മിക്കുന്നു, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉത്തരം സി ആണ്. 22. വിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള NEJPയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിൻ്റെ അടുത്തെത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക, സൗജന്യ സേവനങ്ങൾ. ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻസ് നോക്കിയിട്ട് പറ. ബി ആണ് വരുന്നത്. 1ഉം 2ഉം മാത്രം. പൊതുസേവനങ്ങൾ വീടിൻ്റെ അടുത്ത് എത്തിക്കുക, കാര്യക്ഷമതയും സുതാര്യതയും, സൗജന്യ സേവനങ്ങൾ കൊടുക്കുന്നില്ല. അപ്പം ഇത്രയാണ് വരുന്നത്. 23. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? സാമൂഹികവൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം, സംയോജനത്തിൻ്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം. ഏതാണ് ആൻസർ?
ഇതെല്ലാം ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 24. COVID-19 പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര്. ഏതാണ് ആ പദ്ധതി? ഓപ്ഷൻ ബി ആത്മനിർഭർ ഭാരത് റോജ്ഗർ യോജന. ആത്മനിർഭർ ഭാരത് റോജ്ഗർ യോജന. ഓർത്തു വെക്കുക, ആത്മനിർഭർ ഭാരത് റോജ്ഗർ യോജന. ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിനുള്ളിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി 60 നിന്ന് 50 കുറച്ച സംസ്ഥാനം ഏതാണ്? വാർദ്ധക്യ പെൻഷൻ 60 നിന്ന് 50 കുറച്ചത് ഏതാണ്? ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒറീസ, ഛത്തീസ്ഗഡ്. കേട്ടിട്ടുണ്ടോ? ജാർഖണ്ഡ് ആണ് ആൻസർ വരുന്നത്. 26. ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. മഹാത്മാഗാന്ധി ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നു. ഇതിലേതാണ് ശരി? ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾസും പഠിക്കണം. ഒന്ന് എക്സാമിൻ്റെ തലേ ദിവസം ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവുക. അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് രാവിലെ, ഉച്ചക്കാണല്ലോ എക്സാം, രാവിലെ ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോകുക. മറക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ ദിവസവും രാവിലെ എണീച്ചിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെയുള്ള ഇയർ, വർഷങ്ങൾ, അതുപോലെ ആർട്ടിക്കിൾസ്, നമ്പറുകൾ വരുന്ന കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഇതാണ് വരുന്നത് സെക്കൻഡ്. നിയമസഭയിലെ ആകെ അംഗങ്ങൾ 389 ആയിരുന്നു. ഇതാണ് ഭരണഘടനാ അസംബ്ലി ആയിട്ട് വരുന്ന കാര്യം. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ഏതിനും വിധേയമാണ്? ഏതാണ് ആൻസർ വരുന്നത്? പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം. ഇത് മൂന്നും വരുന്നുണ്ട്. പൊതുക്രമവും വരുന്നുണ്ട്, ധാർമ്മികതയും വരുന്നുണ്ട്, ആരോഗ്യവും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതാണ്? ഏതൊക്കെ അനുച്ഛേദങ്ങളാണ്? ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് വരുന്നത്. 48A, 51A, 48Aയും 51Aയും ആണ് അനുച്ഛേദങ്ങൾ വരുന്നത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. 29 ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 30 106 ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്താണ്? ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA, ആർട്ടിക്കിൾ 330A, 332A ഉൾപ്പെടുത്തൽ, OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം. ഏതാണ് ഉത്തരം? ഓപ്ഷൻ 1 ശരിയാണ്. ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ 239AA. 2ഉം ശരിയാണ്. ആർട്ടിക്കിൾ 330A, 332 ഉൾപ്പെടുത്തൽ. 106 ഭരണഘടനാ ഭേദഗതികൾ പഠിക്കണം. അതിലും പ്രധാനപ്പെട്ട പോയിന്റുകളും പഠിക്കണം. OBC സ്ത്രീകൾക്ക് പ്രത്യേക സംവരണം തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം പറയുന്നതേ ഇല്ല. അപ്പം ആൻസർ സി ആണ് വരുന്നത്. 31 2023 ഡിംബിൾഡൺ വിജയം നേടിയത് ആരാണ്? 2023 വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ് ജയിച്ചത്. കാർലോസ് അൽക്കാരസ്. 2023 അപ്പോൾ 24 കാര്യങ്ങൾ നോക്കി വെക്കുക. 23 ചോദിച്ചേക്കാം. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാ?
എല്ലാവർക്കും അറിയുന്നതായിരിക്കും. രണ്ടാമൂഴം ഉമ്മാച്ചു അഗ്നിസാക്ഷി ഇനിഞ്ഞനുറങ്ങട്ടെ. ഉത്തരം അഗ്നിസാക്ഷി. വയലാർ, ആദ്യത്തെ വയലാർ അവാർഡ് അഗ്നിസാക്ഷിക്കാണ്. അഗ്നിസാക്ഷി എഴുതിയതാരാ? ലളിതാംബിക അന്തർജനമാണ് അഗ്നിസാക്ഷി എഴുതിയത്. ഇത് ബേസ് ചെയ്തിട്ട് സിനിമയും ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ വാങ്ങിയൊരു കൃതിയാണ്, നോവലാണ് അഗ്നിസാക്ഷി. ബ്രാഹ്മണ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അഗ്നിസാക്ഷി എന്ന നോവൽ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 33. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? ഓസ്കാർ നേടിയ ആദ്യ മലയാളി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, റസൂൽ പൂക്കുട്ടിയാണ്. ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി? എത്രയാ? 18,426. അടുത്ത ക്വസ്റ്റ്യൻ, കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് തകഴി ശിവശങ്കരപ്പിള്ള, PC കുട്ടിക്കൃഷ്ണൻ, SL പുരം സദാനന്ദൻ, രാമു കാര്യർ. SL പുരം സദാനന്ദനാണ് ആൻസർ. പിന്നെ ഇപ്പോൾ ഒരു കൃതി എഴുതിയ കഥാകൃത്തുകൾ നമുക്കറിയാം, പക്ഷെ അയാളുടെ തൂലിക നാമങ്ങൾ കൂടി പഠിച്ചു വെക്കണം. G. ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ്? ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാ? ഓടക്കുഴൽ G. ശങ്കരക്കുറുപ്പ്, ഓർത്തു വെക്കുക. S. ഗുപ്തൻ നായരാണ്. S. ഗുപ്തൻ നായർ. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. S. ഗുപ്തൻ നായർ. കുമാരനാശൻ അന്തരിച്ച വർഷം 1924 കുമാരനാശൻ മരിക്കുന്നത് ഒരു ബോട്ടപകടത്തിലാണ്. അതുപോലെ കുമാരനാശാന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത് എവിടെയാണെന്ന് അറിയോ? പല്ലനയിലാണ്. പല്ലന കുമാരകോടിയിലാണ് സംസ്കരിച്ചത്. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? കാഞ്ചന സീത G. അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ, P. പത്മരാജൻ, ഭരതൻ. G. അരവിന്ദനാണ് കാഞ്ചന സീതയുടെ സംവിധായകൻ. അടുത്തത്, 2022 ഫിഫ ലോകകപ്പിലെ അർജന്റീന ഫുട്ബോൾ ടീമിലെ പരിശീലകൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ലയണൽ സ്കലോനി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത്? അറിയുന്നതല്ലേ? മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ്. മാറിപ്പോകരുത്, അത് മാറാൻ പാടില്ല, മലപ്പുറത്താണ്. ഇനി കമ്പ്യൂട്ടറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കിയേ, ഒരു മിനിറ്റ് ഒന്ന് നോക്കിയേ ഏതാണ് ഉത്തരം വരുന്നതെന്ന്. ഹബ്ബ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. ഹബ്ബ് നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക, അതാണ് ഹബ്ബ് ചെയ്യുന്നത്. ഇനി റൂട്ടർ ഏതാണ്? 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതാണ് റൂട്ടർ. 2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നത് റൂട്ടർ. നിരവധി കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നത് ഹബ്ബ്. ഇനി റിപ്പീറ്റർ നെറ്റ്വർക്ക് കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. റിപ്പീറ്റ് ചെയ്യുന്നു. ഗേറ്റ്വേ വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഗേറ്റ്വേ ഓർക്കുക, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇനി 42 നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU ഫുൾ ഫോം. വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്ററി മെമ്മറി സിസ്റ്റം ഏതാണ്? ടെമ്പററി മെമ്മറി സിസ്റ്റം ഏതാണ്? റാം, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ക്യാഷ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി ആണ് ഉത്തരം വരുന്നത്.
ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൽ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ള സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ്. അതിന് എന്താണ് പറയുന്നത്? വെബ് ജാക്കിംഗ് എന്നാണ് പറയുന്നത്. വെബ് ജാക്കിംഗ്, ഈ ഒരു പ്രോസസ്സിനെ വെബ് ജാക്കിംഗ് എന്ന് പറയുന്നു. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ എന്ത് പറയുന്നു? സ്വന്തമായിട്ട് ആക്സസ് ചെയ്യാനും പറ്റും, അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. അതേത് സോഫ്റ്റ്വെയർ ആണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആണ്, അത് സ്വന്തമായിട്ട് ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കണം, അങ്ങനെ ഓർത്ത് വെക്കുക. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ലാറി പേജും സെർജി ബ്രിനും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിൻ. ഇവർ രണ്ടുപേരും കൂടി, ലാറി പേജും സെർജി ബ്രിനും കൂടിയിട്ട് ഉണ്ടാക്കിയ സെർച്ച് എഞ്ചിൻ, നമ്മളെ പരിചിതമായിട്ടുള്ള പേരാണ് ഇത് രണ്ടും. ഗൂഗിൾ ആണ്. ഗൂഗിൾ, നമ്മൾ എന്താവശ്യത്തിനും എടുക്കുന്ന ഗൂഗിൾ. താഴെ പറയുന്നവയിൽ ഏതാണ് 2018 ആരംഭിച്ച സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി? ഏതാണ്? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. കറക്കി കുത്താൻ ശ്രമിക്കുന്നവർക്ക് കുറച്ച് പാടായിരിക്കും, കാരണം ആരോഗ്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാത്തിലും ഏകദേശം വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സുരക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് ആരോഗ്യമായിട്ട് കൂട്ടാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇത് വരുന്ന ഏതാ? ജൻ ആരോഗ്യ യോജനയാണ്. അപ്പം നമുക്കത് സെലക്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടി. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അടുത്ത സയൻസ് ആണ്. താഴെ പറയുന്ന പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യുതോൽപാദനത്തിൽ അവയുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. ഊർജ്ജ സ്രോതസ്സുകൾ തന്നിട്ടുണ്ട്, അവയുടെ സംഭാവന കുറയുന്ന രീതിയിൽ. സൗരോർജം, കാറ്റ് ശക്തി, ബയോമാസ്. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ എനർജി സ്രോതസ്? ഏറ്റവും കൂടുതലുള്ളത് സൗരോർജമാണ്. പിന്നെ വരുന്നത് കാറ്റാണോ ബയോമാസാണോ? കാറ്റാണ്. നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കുറവ് വരുന്നത് ബയോമാസ്. അപ്പം ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സൗരോർജം കൂടുതൽ, കാറ്റ്, പിന്നെ മൂന്നാമത് ബയോമാസ്, ഡി. താഴെ പറഞ്ഞവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, IXP. ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെ കുറിച്ച് താഴെ പറഞ്ഞവ പരിഗണിക്കുക. ജൈവ വൈവിധ്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സുസ്ഥിര ഉപയോഗത്തിനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം ഓപ്ഷൻസ് നോക്കിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? ജൈവ വൈവിധ്യ കൺവെൻഷനെ കുറിച്ചാണ് ചോദിച്ചത്. ജൈവ വൈവിധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനും, സസ്റ്റൈനബിൾ യൂസ്, അത് ശരിയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ജൈവ വൈവിധ്യ കൺവെൻഷൻ, ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ. ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കുന്നത്, അതും ശരിയാണ്. ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും ദേശീയ തലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നതിനുള്ള പ്രധാന ഉപകരണങ്ങളാണ്. ആണോ? ദേശീയ വൈവിധ്യ തന്ത്രം, പ്രവർത്തന പദ്ധതികൾ. അതെ. ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കുവാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഈ തന്ത്രത്തെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ശരിയാണ്, ഇതിലെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻസ് 1, 2, 3, 4 ഓപ്ഷൻ ഡി ആണ്. മനസ്സിലാക്കി നോക്കി വെക്കുക. സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്രാഞ്ച് പോയിന്റ് 1 ദൂരം എത്രയാണ്? ലഗ്രാഞ്ച് പോയിന്റ് 1 ദൂരം
എത്രയാണ് വരുന്നത് ഭൂമിയിൽ നിന്ന്? 1.5 ദശലക്ഷം കിലോമീറ്റർ. 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. അടുത്തത് വരുന്ന മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാൻ ആൻസർ പറഞ്ഞിട്ട് പോവാം. 51ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇത് ഡയറക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് വടക്ക്, ഇത് തെക്ക്. ഇതൊന്ന് വരച്ച് വെക്കുക വേണമെങ്കിൽ. ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്. ഇങ്ങനെ എഴുതി വെച്ച് നമുക്ക് തെറ്റിപ്പോവില്ല. അപ്പോൾ അർജുൻ തൻ്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ടേക്ക് പോയി. അപ്പോൾ ഇതാണ് വീടെങ്കിൽ അവിടെ നിന്ന് 25 കിലോമീറ്റർ പടിഞ്ഞാറോട്ടേക്ക് പോയി. ഇത് 25. എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നീട് ഇടത്തേക്ക് തിരിഞ്ഞ്, ഇപ്പം അർജുൻ അപ്പോൾ ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ട്, അപ്പോൾ അയാളുടെ ഇടത്തോട്ട് ഏതാണ്? ഈ ഡയറക്ഷനിലാണ്. ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ. ഇത് 2ആണ്. ഇവിടെ 15 കിലോമീറ്റർ നടന്നു. പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ്, കിഴക്കപ്പം ഇങ്ങോട്ടാണ്, കിഴക്കോട്ട് തിരിഞ്ഞ് 40 കിലോമീറ്റർ നടന്നു. 40. ഒടുവിൽ ഇടത്തേക്ക്, അപ്പോൾ ഇത് വലത്, ഇത് ഇടത്, ഇത് ഇടത്തേക്ക് തിരിഞ്ഞ് 15 കിലോമീറ്റർ പിന്നിട്ടു. പിന്നെ 15 കിലോമീറ്റർ ഈ ഒരു ലെവലിന് കണക്കായിട്ട് വേണം വരക്കാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും, മനസ്സിലാവില്ല. അവൻ ഇപ്പോൾ വീട്ടിൽ നിന്ന്, ഇത് വീടാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസാണ് ചോദിക്കുന്നത്. ഇത് 25, ഇത് 40 ഉണ്ട്. അപ്പോൾ എത്ര ആൻസർ വരല്? ഈ 40ന്ന് ഈ 25 കുറച്ചാൽ മതി. അപ്പോൾ ഇത് 15 കിട്ടും. ആൻസർ 15. ഈസി ക്വസ്റ്റ്യൻ ആണ്. ആൽഫ സംഖ്യാ ശ്രേണിയിലെ അടുത്ത പദം കണ്ടെത്തുക. സെഡ്. ഇത് എങ്ങനെയാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്ന് നോക്കിയേ. ഇതിൽ ഫസ്റ്റ് സെഡ് എക്സ്, അതായത് റിവേഴ്സ് ഓർഡറിലാണ് തന്നിട്ട്. അപ്പം ഇവിടെ നിന്ന് നോക്കാം എണ്ണാനുള്ളൊരു സൗകര്യം. പി കഴിഞ്ഞിട്ട് 6. പി കഴിഞ്ഞിട്ട് എത്ര ലെറ്റേഴ്സിൻ്റെ? പി ക്യൂ ആർ. ക്യൂ കഴിഞ്ഞിട്ട് 6. ക്യൂ ഇവിടെ ഇല്ല. 6 കഴിഞ്ഞിട്ട് എസ് ഇല്ല, ടി ഉണ്ട്. ടി ഉണ്ട്, യു ഇല്ല, വി ഉണ്ട്, ഡബ്ല്യു ഇല്ല, എക്സ് ഉണ്ട്, വൈ ഇല്ല, സെഡ് ഉണ്ട്. അപ്പോൾ ഒരു ലെറ്റർ ഇവിടെ. അപ്പോൾ എൻ ആയിരിക്കും. എൻ ഉണ്ട്, ഒ ഇല്ല, പി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ നമുക്ക് കിട്ടി. ഇങ്ങനെയുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ പ്രിലിംസിന്. ഇപ്പം എന്നെ വരും. അടുത്ത നമ്പറാണ്. നമ്പർ എങ്ങനെയാണ്? 1 2 വന്നു. പിന്നെ 6 ആണ് വരുന്നത്. പിന്നെ 21 ആണ് വരുന്നത്. 8 8 4 4 5 ഇത്രയും വരുന്നുണ്ട്. നമുക്ക് എന്ന് വരുന്ന ഇതിൽ നിന്ന് അപ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻസ് ആയിട്ട് അങ്ങനെ എടുക്കാം. ലാസ്റ്റ് നമ്പേഴ്സ് അവിടെ വെക്കട്ടെ. നമുക്ക് ലാസ്റ്റ് ലെറ്റേഴ്സും കൂടി ഒന്ന് നോക്കാം എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടോ. എ കഴിഞ്ഞു, ബി ഇല്ല, സി ഇല്ല, 2 ലെറ്റേഴ്സ് ഇല്ല. പിന്നെ ഡി, പിന്നെ ഇ ഇല്ല, എഫ് ഇല്ല, ജി, എച്ച് ഇല്ല, ഐ ഇല്ല, ജെ, കെ ഇല്ല, എൽ ഇല്ല, എം, എൻ ഇല്ല, ഒ ഇല്ല, പി, ക്യൂ ഇല്ല, ആർ ഇല്ല, എസ്. അപ്പം അടുത്ത എസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതാണ് ആൻസർ. നമുക്ക് ഉറപ്പിക്കാം ആ ഒരു രീതിയിൽ. നമ്പർ നോക്കണം എന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53. വർഷത്തിലെ ആദ്യ ദിവസം ഞായറാഴ്ച ആണെങ്കിൽ വർഷത്തിലെ അവസാന ദിവസം ഏതാണ്? 53ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഞായറാണ്. ഇവിടെ ആൻസർ വരുന്നത് ഫസ്റ്റ് ഡേ ഓഫ് ദി ഇയർ സൺഡേ ആണെങ്കിൽ ലാസ്റ്റ് ഡേ ചോദിച്ചത്, ലാസ്റ്റ് ഡേയും സൺഡേ തന്നെ ആയിരിക്കും. ആൻസർ സൺഡേ തന്നെയാണ് വരുന്നത്. കാരണം അത് രണ്ടും സെയിം ആയിരിക്കും, ഓർത്ത് വെക്കുക. പി ഈസ് ക്യൂ സിസ്റ്റർ, ആർ ഈസ് ക്യൂസ് മദർ. ദെൻ ഹൗ ഈസ് പി റിലേറ്റഡ് ടു എസ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കത് വരച്ച് നോക്കാം. പെഡിഗ്രി വരച്ച് നോക്കുകയാണെങ്കിൽ പി ഈസ് ക്യൂസ് സിസ്റ്റർ. ക്യൂ രണ്ടാളും, ഒരു മിനിറ്റ്. പി ഈസ് ക്യൂ സിസ്റ്റർ എന്ന് പറയുമ്പോൾ രണ്ടാളുടെയും പാരൻസ് സെയിം ആണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. പി ക്യൂവിൻ്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്നൊരു ഫീമെയിലാണ്. ഫീമെയിലിനെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് പ്ലസ് ആയിട്ടാണ്, മെയിലിനെ മൈനസ് ആയിട്ട് എടുക്കുന്നത്.
അപ്പോൾ ആർ ഈസ് ക്യൂസ് മദർ. ആറ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ അമ്മയാണ്. അപ്പം ക്യൂവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ആറാണ്. അപ്പം രണ്ടാൾക്കാരുടെയും അമ്മയാണ്. അപ്പം ആറ് മദറാണ്. അപ്പോൾ ഫീമെയിലാണ്. അത് പ്ലസ് എന്നിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. എസ് ഈസ് ആർസ് ഫാദർ. ആറിൻ്റെ ഫാദർ എന്ന് പറയുന്നത് അപ്പം ഇവരുടെ അച്ഛൻ എസ് ആണ്. അത് നമുക്ക് മൈനസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ടി ഈസ് എസ് മദർ. ടി എന്ന് പറയുന്നത് എസിൻ്റെ മദറാണ്. എസ് ഈസ് ആർസ് ഫാദർ എന്ന് പറഞ്ഞു. ഈ ടി ഈസ് എസ് മദർ. ടി എന്ന് പറയുന്നത് എസിൻ്റെ മദറാണ്. അപ്പോൾ ഇവിടെ വരും ടി. അപ്പം ഇത് പ്ലസ് ആണ് ഫീമെയിൽ ആയതുകൊണ്ട്. ദെൻ ഹൗ പി റിലേറ്റഡ് ടു എസ്. പി ഈ എസ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ആയി എന്നാണ് ചോദിക്കുന്നത്. എസ് മെയിലാണ്. അപ്പോൾ അവരുടെ മോളാണ് പി എന്ന് പറയുന്നത്. മോള് ആരാണ്? അപ്പോൾ പിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തു? അപ്പോൾ പിയിൽ നിന്നാണ് നോക്കേണ്ടത്. മീൻസ് പി റിലേറ്റഡ് ടു എസ് ആണ്. എസിൻ്റെ ആരാണ് പി എന്നാണ്. തിരിച്ചിത് നോക്കണം. ഇത് ആരെ റിലേറ്റ് ചെയ്ത് നോക്കണം, മാറിപ്പോരുത്. അല്ലെങ്കിൽ നമ്മളെന്താ ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതിപ്പോവും. അത് നേരെ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഡോട്ടറാണ് വരുന്നത്. എസിൻ്റെ ഗ്രാൻഡ് ഡോട്ടറാണ് പി. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. In an examination, 40% of students failed in English and 53% in maths. 40 ആൾക്കാർ ഇംഗ്ലീഷിൽ, 53 ആൾക്കാർ മാത്സിൽ. ഈ 15% failed in both. What is the percentage of these who passed in both subject? ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഞാനൊരു വെൻ ഡയഗ്രാം പോലെയാണ് വരയ്ക്കുന്നത്. ഇഷ്ടമുള്ള രീതിയിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെ രീതി അനുസരിച്ചിട്ട്. 40% സ്റ്റുഡൻസ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും കാര്യമാണ് പറയുന്നത്. ഇത് ഇംഗ്ലീഷായിട്ട് എടുത്താൽ ഇത് മാത്സ്. ഇംഗ്ലീഷിൽ 40% സ്റ്റുഡൻസ് ഫെയിലായി. മാത്സിൽ 53%. 15 രണ്ടിലും 15. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നതാണ് 15. ഓക്കെ, ഈ സെൻറ്ററിലെ പോർഷൻ 15 അപ്പം ഇത് ഫെയിലായിട്ടുള്ള ആൾക്കാരുടെ കാര്യം നമ്മൾ പറയുന്നത്. ഫെയിലായിട്ടുള്ള 40% ആൾക്കാർ, അത് മൊത്തത്തിൽ ഇംഗ്ലീഷ് 40% ആൾക്കാർ ഫെയിലായി എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിനും ഫെയിലായവർ തന്നെ മാത്സിനും ഫെയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടലാണ് 40 പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിന് മാത്രം ഫെയിലായിട്ടുള്ള ആൾക്കാർ എത്രയാണ്? ഈ ഒരു ഏരിയ മാത്രം. അപ്പം 40 ഈ 15 കുറച്ചാൽ ആൻസർ കിട്ടും. ഇംഗ്ലീഷിൽ മാത്രം ഫെയിലായ ആൾക്കാർ 40 15 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 25. അപ്പോൾ 25% ആൾക്കാരാണ് എന്ത് ഇംഗ്ലീഷിന് മാത്രം ഫെയിലായവർ. ഇനി മാത്സിന് മാത്രമാണെങ്കിലോ, മാത്സിന് ടോട്ടൽ 53. 53 ഈ സെൻറ്ററിലുള്ള 15 കുറച്ചാൽ മാത്സിന് മാത്രം 53 മൈനസ് 15 എത്രയാണ് വരുന്നത്? 38 കിട്ടും. 38 കിട്ടും 53 15 കുറച്ചാൽ. ഇനി ഈ ഒരു ടോട്ടൽ എന്ന് പറയുന്നത് 25 15 38 എന്ന് പറയുന്നത് ടോട്ടൽ ഫെയിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ടോട്ടൽ ഫെയില് എന്ന് പറയുന്നത് 25 15 38 കൂട്ടിയതാണ്. ടോട്ടൽ എത്ര കിട്ടും? 25 15 38 78 കിട്ടും. 78 കിട്ടും ടോട്ടൽ ഫെയിൽഡ്. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഹു പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്റ്റ്. രണ്ടിനും പാസ്സായിട്ടുള്ള ആൾക്കാരെ ചോദിക്കുന്നത്. അപ്പം അത് എങ്ങനെ കണ്ടെത്തുക? പാസ്സായിട്ടുള്ള വെച്ചാൽ ഇത് ടോട്ടലി നമ്മൾ ഇത് ഫുള്ള് എടുക്കുകയാണെങ്കിൽ പാസ്സായിട്ടുള്ളതും ഫെയിലായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ 100% അല്ലേ? 100 അല്ലേ? അപ്പോൾ 100 ഈ 78 കുറച്ചാൽ മതി.
ആൻസർ കിട്ടും. 100ന് 78 കുറച്ചാൽ നമുക്ക് കിട്ടി. ഫെയിലായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കിട്ടി. എത്രയാണ്? 22. ആൻസർ 22 കുറക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്, തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് 56 നോക്കാം. റെഡ് എന്ന് പറഞ്ഞാൽ 12 ആയിട്ടും ബ്ലൂ 20, വയലറ്റ് 42. ഇനി ഇതിൻ്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ? അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിയോടെ ABCD സെറ്റ് വരെ ആയിട്ട് അതിന് 1 2 3 നമ്പർ കൊടുത്ത് ചെയ്താൽ അങ്ങനെ നമുക്കിത് ബൈ ഹാർട്ട് പഠിച്ച് വെക്കേണ്ട ആവശ്യമുള്ള PSCക്ക് സമയമുള്ളതാണ് അത്യാവശ്യത്തിൽ. ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആൽഫബറ്റിൻ്റെ സമ്മ അങ്ങനെ ആണെങ്കിൽ 6ൻ്റെത് വരുന്നത് ഐ തിങ്ക് ഒരു 18 റേഞ്ചാണ്. അപ്പോൾ അതിൻ്റെ സമ്മ കൂട്ടൽ 18 വരുമ്പോൾ എന്തായാലും 12 നിൽക്കില്ല. ഇതിൻ്റെ കാര്യം നോക്കാനാണ് നമ്മൾ ഓരോ ലെറ്റേഴ്സിൻ്റെ നമ്പർ നോക്കാൻ നമ്മൾ ഒരു കോഡ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഇജോട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇ എന്ന് പറയുന്നത് 5, J 10, O 15, 20, 25. അപ്പം നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? ഇപ്പോൾ റെഡ് എന്ന് പറയുന്നത് 3 ലെറ്റർ ഉണ്ട്, 3 ലെറ്റർ ഉണ്ടല്ലോ. ബ്ലൂ എന്ന് പറയുന്നത് 5 ലെറ്റർ ഉണ്ട്. വയലറ്റ് എന്ന് പറയുന്നത് 3 6 ലെറ്റർ ഉണ്ട്. അപ്പം ഈ 3നോട് 4 മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുന്നുണ്ട്. സോറി, ഇത് 4 ലെറ്ററാണ്. ഈ 4നോട് 5 മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടുന്നുണ്ട്. 6നോട് 7 മൾട്ടിപ്ലൈ ചെയ്താൽ 42 കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ തന്ന ലെറ്റേഴ്സിൻ്റെ നമ്പറിനോട് അതിന് തൊട്ട് ശേഷമുള്ള നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 ആണെങ്കിൽ 3 ഇൻറ്റു 4 ചെയ്താൽ ഉത്തരം കിട്ടും 12. ഇത് 4 ഇൻറ്റു 5 ചെയ്ത് 20 കിട്ടും. 6 ഇൻറ്റു 7 ചെയ്താൽ 42 കിട്ടും. അങ്ങനെയാണ് ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 3 4 5 6 7 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 7 ഇൻറ്റു 8 ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ. 7 എത്ര? 56. ഉത്തരം C ആണ്, ഓപ്ഷൻ C. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ അവർ ആൻഡ് മിനിറ്റ് ആൻഡ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 6:40? 6:40 ക്ലോക്കിൻ്റെ അവർ ആൻഡും മിനിറ്റ് ആൻഡും തമ്മിലുള്ള ആംഗിൾ ഏതാണ്? ഓപ്ഷൻ A ആണ് വരുന്നത്, 40. നോക്കൂ അതെങ്ങനെയാണെന്ന്. മലയാളം നോക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഇത് സെയിം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2018 ചോദിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. 91 ആൻസർ വരുന്നത് B ആണ്. വിദ്യുത് ശക്തി ഇങ്ങനെയാണ് സ്പെല്ല് ചെയ്യുന്നത്. ഷായല്ല, ചായാണ് വരുന്നത്. നോക്കുക. ശരിയായ വാക്യം കണ്ടെത്തുക. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി. 100 ചതുരശ്ര മീറ്റർ വിസ്താരമായ ഭൂമി. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള ഭൂമി. വിസ്താരമായ അങ്ങനെ ഉപയോഗിക്കില്ല. വിസ്തീർണമായ ഭൂമി 100 ചതുരശ്ര മീറ്റർ. C ആണ് വരുന്നത്. ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. വിസ്തീർണമുള്ള എന്നും പറയില്ല, വിസ്തീർണമായ എന്നാണ് പറഞ്ഞത്. C ആണ് ആൻസർ. ഇതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. I am suffering for headache. I am suffering to the headache. I am suffering by headache. I am suffering from headache. ഏതാണ്? I am suffering from headache ആണ്. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം. ജിജ്ഞാസ, വിവക്ഷ, ജ്ഞാനം, ജ്ഞേയം. ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം. പക്ഷിക്കൂട് എന്ന അതിൻ്റെ പര്യായം ഏതാണ്? പക്ഷിക്കൂട്. പെട്ടെന്ന് പറയാം. പക്ഷിക്കൂട് നീടം. B ആണ് ആൻസർ വരുന്നത്. 96 വാക് പ്ലസ് വാദം ഏതാണ്? C, ഓപ്ഷൻ C, വാഗ്വാദമാണ് ആൻസർ. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? അമരം. 97 B ആണ്. അണിയം എന്നാണ് ആൻസർ വരുന്നത്. അമരം എന്ന് വെച്ചാൽ അണിയം. നോക്കുക, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മലയാളം നോക്കി വെക്കുക. പഴഞ്ചൊല്ല് കണ്ടെത്തണം. അധികമായാൽ അമൃതം വിഷം. ഞെട്ടില്ല വട്ടിയില. ഇതാണ് ഞെട്ടില്ല വട്ടിയില കടങ്കഥയാണ്. മനസാ വാച കർമ്മണ ഭഗീരഥ പ്രയത്നം. അധികമായാൽ അമൃതം വിഷമാണല്ലോ പഴഞ്ചൊല്ല്. 99 ശരിയായ
ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി, താ പ്ലസ് വഴി താ, ഏതാണ് വരുന്നത്? തായ് വഴിയാണ് താവഴി. സി, തായ് പ്ലസ് വഴിയാണ് താവഴി. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണ്? ബഹുവചനം, ഏകവചനം, ദ്വിവചനം, അനേകവചനം. ഏതാണ്? ഏകവചനമാണ് പെങ്ങൾ, ഏകവചനം. ഓർത്ത് വെക്കുക. താവഴി, തായ് പ്ലസ് വഴി, അത് ഓർത്ത് വെക്കുക. നമ്മൾ മാത്സ് നോക്കാൻ നിന്നുകൊണ്ട് കുറച്ചധികം സമയം പോയി. മാത്സ് ഞാൻ കംപ്ലീറ്റ് നോക്കിയിട്ടില്ല അതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത് ഇംഗ്ലീഷിലേക്ക് നോക്കാം. വാട്ട് പാർട്ട് ഓഫ് സ്പീച്ച് ഈസ് ദ വേർഡ് ക്വിക്ക്ലി? ക്വിക്ക്ലി ഏത് പാർട്ട് ഓഫ് സ്പീച്ചാണ്? ആഡ്വേർബാണ്. ഞാൻ കൊണ്ട് പെട്ടെന്ന് പറഞ്ഞോ. ആഡ്വേർബാണ്. ചൂസ് ദ ഇൻകറക്റ്റ് സ്പെല്ലിംഗ്. ഇതിലേതാ ഇൻകറക്റ്റ്? 2 3 ആണ് ഇൻകറക്റ്റ്. ഇതാണ് കറക്റ്റ്. NECE, നെസ്. സോറി, 2 S വേണം, 1 C മാത്രം മതി. 2 S വേണം. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ. ഹീ ഈസ് അലർജിക് ടു കാറ്റ്. ഷീ ഈസ് fond of playing the piano. The teacher insisted in completing the assignment. They are excited about the upcoming trip. ഏതാണ് ഉത്തരം എന്ന്? ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ ഇതാണ് വരുന്നത്. ഇൻകറക്റ്റ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കി വെക്കുക. 74. Which of the following statement are grammatically correct? She went to the store yesterday. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 75. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ദെയർ ഓൺ ലാപ്ടോപ്പ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ദെയർ. ഹാസ്, ഹാവ് അതിൻ്റെ ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത്. സ്റ്റുഡൻസ് ഹാവ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലറായിട്ട് എടുക്കണം. അപ്പോൾ അത് ഹാസ് ആണ് വരുന്നത്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് എന്നാണ് വരുന്നത്. സ്റ്റുഡൻസ് വരുമ്പോൾ ദെയർ എന്ന് വരും. ദെയർ ഓൺ ലാപ്ടോപ്പ്. ഹിസ് വരില്ല. അപ്പം ആൻസർ ബി വരും. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് വിത്ത് കറക്റ്റ് യൂസ് ഓഫ് പാസീവ് വോയിസ്. പാസീവ് വോയിസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കണം. ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ. ഇതും ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. 77 നോക്കാം. സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് പ്രോപ്പർ യൂസ് ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ. ഐ ആം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇത് തെറ്റാണ്. ഐ ആം ഗോയിങ് ടു, നമ്മൾ ഇത് കറക്റ്റാണ്. ഇത് തെറ്റാണ്. ഫസ്റ്റ് സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ സ്മോൾ ലെറ്ററിലാണ് വേണ്ടത്. ഇത് ഫസ്റ്റ് സെക്കൻഡ് ക്യാപിറ്റൽ. അപ്പം ബി ആണ് കറക്റ്റ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ആൻറ്റോണിം. കംഫർട്ടബിളിൻ്റെ ആൻറ്റോണിം കണ്ടെത്തണം. കംഫർട്ടബിൾ ഏതാണ്? എല്ലാം ഒരുപോലെ ഉള്ള പോലെ തോന്നുന്നുണ്ടാവും അല്ലേ? ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ നോക്കണ്ട. 79 ക്യാൻസൽഡ് ആണ്. 80 ക്യാൻസൽഡ് അല്ല. ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് ജെറണ്ട്. ഷീ എൻജോയ്സ് ടു സ്വിം ഇൻ ദ ഓഷ്യൻ. ഷീ എൻജോയ്സ് സ്വിമ്മിങ് ഇൻ ദ ഓഷ്യൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ബി ആണ്. ഷീ എൻജോയ്സ് സ്വിമ്മിങ്. സ്വിമ്മിങ് എന്നാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ്. എക്സസീവ് യൂസ് ഓഫ് ടേം ഫോർ എക്സസീവ് യൂസ് ഓഫ് വേർഡ്. എക്സസീവ് യൂസ് ഓഫ് വേർഡിന് എന്താണ് പറയുന്നത്? വെർബോസിറ്റി എന്നാണ് പറയുന്നത്. വെർബോസിറ്റി. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ റിപ്പോർട്ടർ സ്പീച്ച്. ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഷീ സെഡ് ദാറ്റ്. ഷീ സെഡ് എന്നാണ് എല്ലാത്തിലും വരുന്നത്. അപ്പോൾ ഷീ സെഡ്, പിന്നെന്താ വരുക? ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറും. ഷീ. വോണ്ട് എന്നുള്ളത് വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഷീ വുഡിൻ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ഡി ആണ് വരും. ഷീ വുഡിൻ ബി. വോണ്ട് വുഡിൻ്റെ ആയിട്ട് മാറും.
കറക്റ്റ് യൂസ് ഓഫ് മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ ഓർഡർ. ഇതിലേത് ആൻസർ വായിച്ചു നോക്കി. സി ആണ് സ്റ്റെലിയൻ ഈസ് റെക്കഗ്നൈസ്ഡ് ഫോർ ഹിസ് സ്ട്രെങ്ത്. സെലക്ട് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. ഇത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷിൽ വരുന്നത്. നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ കുറച്ച് നീണ്ടുപോയി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സമയം കളയാതിരിക്കുക. ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ടോ അങ്ങനെയൊന്നും സമയം കളയാതിരിക്കുക. മാക്സിമം പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.